കേരളത്തിലെ മതസഹിഷ്ണുത തകർക്കാൻ നരേന്ദ്രമോദിയും അമിത്ഷായും ശ്രമിക്കുന്നുവെന്ന് എ.കെ. ആന്റണി. ഇടതുമുന്നണി ജനങ്ങളിൽ നിന്ന് അകന്നുവെന്ന് ഉമ്മൻചാണ്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക യു.ഡി.എഫ് പുറത്തിറക്കി. മലപ്പുറത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 4 അംഗ ഉപസമിതി. മൂന്നാർ പ്രശ്നം ചർച്ച ചെയ്യാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് വി.എസ്. അച്യുതാനന്ദൻ. മിനിമം കൂലി നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കണം. ഉമ്മൻചാണ്ടി തോട്ടം മുതലാളിമാർക്കൊപ്പമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് രാഷ്ട്രീയ കരാർ പണിയെന്ന് എം.എ. ബേബി. കാലടി സർവകലാശാലയിൽ വർഗീയ ഫാഷിസ്റ്റ് വിരുദ്ധ സെമിനാറിന് വിലക്ക്. തൃശൂർ കേരളവർമ്മ കോളേജിൽ ബീഫ് ഫെസ്റ്റിവലിനെ അനുകൂലിച്ച അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നു. മോദി സർക്കാരിനെതിരെ പ്രതിഷേധിച്ച് നയൻതാര സെഗാൾ സാഹിത്യ അക്കാദമി അവാർഡ് ഉപേക്ഷിച്ചു. തൃശൂർ കേരളവർമ്മ കോളേജിലെ ബീഫ് ഫെസ്റ്റിവലിനെ അനുകൂലിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട അധ്യാപികയ്ക്കെതിരെയും നടപടിയെടുക്കാൻ നീക്കം. അധ്യാപിക പരസ്യ പ്രതികരണം നടത്തരുതായിരുന്നുവെന്ന് കോളേജ് മാനേജ്മെന്റായ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ പറഞ്ഞു. മാംസാഹാരം ക്യാമ്പസിൽ വിതരണം ചെയ്യുന്ന പതിവില്ലെന്ന് പ്രിൻസിപ്പലും വ്യക്തമാക്കി. എന്നാൽ ക്യാമ്പസിൽ മതേതരത്വം നിലനിർത്തണമെന്ന നിലപാടാണ് തനിക്കുള്ളതെന്ന് അധ്യാപിക ദീപ നിശാന്ത് വിശദീകരിച്ചു. ഉത്തർപ്രദേശിൽ ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് മധ്യവയസ്കനെ ഹിന്ദു വർഗീയവാദികൾ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് SFI നടത്തിയ ബീഫ് ഫെസ്റ്റിവലാണ് വിവാദമായത്. സമരത്തിനെതിരെ ABVP രംഗത്ത് വന്നത് സംഘർഷത്തിൽ കലാശിച്ചു. ഇത് SFI ABVP സംഘർഷമായി കുറച്ചു കാണരുതെന്നും മതേതരത്വം നിലനിർത്തേണ്ടത് ക്യാമ്പസുകളുടെ ചുമതലയാണെന്നുമായിരുന്നു മലയാളം വിഭാഗം അധ്യാപിക ദീപ നിശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചില ഹിന്ദു സംഘടനകളുടെ ആവശ്യം പരിഗണിച്ചാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഒരു സംഘടന ഇവിടെ വന്നിട്ടുണ്ട്, കംപ്ലൈന്റ് തന്നിട്ടുണ്ട്, അവരോട് അതിന് ന്യായമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രിൻസിപ്പാളിനോട് ചോദിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ക്യാമ്പസിൽ മാംസാഹാരം വിതരണം ചെയ്ത് അച്ചടക്ക ലംഘനം നടത്തിയതിനാണ് 6 SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തതെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. SFIക്കും ദീപ നിശാന്തിനും അനുകൂലമായ നിലപാടുമായി VT ബൽറാം MLAയും അധ്യാപക സംഘടനകളും രംഗത്തുണ്ട്. അധ്യാപക സംഘടനയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്, അധ്യാപക സമൂഹത്തിന്റെ നാളിതുവരെയുള്ള ഒരു നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട്, ആ ആർജവത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മീഡിയ 1 തൃശൂർ. തനിക്ക് ഫെസ്റ്റിന്റെ സംഘാടനവുമായി ബന്ധമില്ലെന്ന് അധ്യാപിക ദീപ നിശാന്ത് മീഡിയ 1നോട് പറഞ്ഞു. തന്റെ ഫേസ്ബുക്ക് കമന്റ് പോലും തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് ദീപ നിശാന്ത് പറഞ്ഞു. ദേവസ്വം ബോർഡ് ഇതുവരെ ഒരു വിശദീകരണം എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഈ പരിപാടിയായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. കുട്ടികളാണ് പരിപാടി നടത്തിയത്. കുട്ടികളുടെ സ്വന്തം ഒരു പ്രതികരണത്തിലുള്ള ഒരു ക്യാമ്പസാണ് കേരളവർമ്മ. അത് അവരുടെ സ്വന്തം പ്രതികരണമാണ്. ഞാൻ യാതൊരു തരത്തിലുള്ള പ്രകോപനം അവർക്ക് അത് നടത്താനോ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇതിന് ശേഷം ഒരു കുട്ടി ഇതിനോടനുബന്ധിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തു. ഒരു അമൽലാലിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ പോസ്റ്റിൽ ഞാനൊരു കമന്റ് ഇടാണ് ചെയ്തത്. ആ കമന്റാണ് ഇപ്പോ വിവാദമായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ എന്തുദ്ദേശത്തിലാണോ ആ കമന്റ് ഇട്ടതെന്ന് നേരെ തിരിഞ്ഞ് വന്നിരിക്കുകയാണ്. കോളേജുകളിൽ ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവകാശം വിദ്യാർത്ഥികൾക്കുണ്ട് എന്ന നിലപാടിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ കേരളവർമ്മ കോളേജിൽ പഠിച്ച 7 വർഷവും ഇവിടെ തന്നെ പഠിച്ചൊരു വിദ്യാർത്ഥി കൂടിയാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ കേരളവർമ്മ ക്യാമ്പസ് ഒരു മതേതര സ്വഭാവം ഞാൻ പഠിക്കുന്ന കാലത്ത് കൊണ്ട് ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിലനിർത്തണം എന്ന് തന്നെയാണ് എന്റെ ഒരു നിലപാട്. ക്യാമ്പസില് ക്ഷേത്രം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്റെ വിഷയമല്ല. പക്ഷെ കേരളവർമ്മ കോളേജുകളിൽ ഒരു ക്യാൻറ്റീൻ പോലുള്ള, അതായത് നമ്മുടെ ക്യാൻറ്റീനിൽ ഇവിടെ സസ്യേതര ഭക്ഷണം കൊടുക്കണില്ല. അതുപോലെ ഒരു പൊതുപരിപാടി വരുമ്പോൾ ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കൊടുക്കാറുള്ളൂ എന്ന് കരുതിയിട്ട് ഇവിടെയുള്ള അധ്യാപക വിദ്യാർത്ഥികൾ എല്ലാവരും അവരുടെ ചോറ്റുപാത്രം തുറന്നു നോക്കാറില്ല. ആരും നമ്മളടക്കമുള്ള ആളുകൾ ഇതെല്ലാം കഴിക്കാറുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നിട്ടും ഈ ക്യാമ്പസിൽ ഇത്തരത്തിലുള്ള ഒരു നിരോധനമൊന്നും നിലവിലില്ല. നമുക്ക് ആർക്കും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ സ്വാതന്ത്ര്യം കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ക്യാമ്പസില് ഇപ്പോ അമ്പലത്തിന്റെ അന്തരീക്ഷമാണോ ക്യാമ്പസിന് വേണ്ടത് എന്നൊരു ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെ വിവിധ മതത്തിൽ തൊട്ട കേരളത്തിൽ ഏറ്റവും അധികം ജനാധിപത്യ സ്വഭാവമുള്ള മതേതര സ്വഭാവമുള്ള ഒരു ക്യാമ്പസാണ് കേരളവർമ്മ എന്നാണ് എന്റെ വിശ്വാസം. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നടത്താനിരുന്ന ഫാഷിസത്തിനെതിരായ സെമിനാർ രജിസ്ട്രാർ തടഞ്ഞു. സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് നടപടിയെന്നാണ് വിശദീകരണം. രജിസ്ട്രാർ PP രവീന്ദ്രനാണ് സെമിനാർ റദ്ദാക്കിയതായി അറിയിച്ച് ഉത്തരവിറക്കിയത്.
8-ാം തീയതി റിസർച്ച് സ്കോളേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ ഫാസിസം നവരൂപങ്ങൾ പ്രതിരോധങ്ങൾ എന്ന വിഷയത്തിലുള്ള സെമിനാർ തടഞ്ഞുകൊണ്ടാണ് രജിസ്ട്രാർ ഉത്തരവിറക്കിയത്. സർവകലാശാലയിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നും അതിനാൽ സെമിനാർ നടത്താൻ അനുമതി നൽകാനാവില്ലെന്നുമാണ് ഉത്തരവിൽ പറയുന്നത്. എന്നാൽ ABVPയുടെ സമ്മർദ്ദമാണ് നടപടിക്ക് പിന്നിലെന്നാണ് റിസർച്ച് സ്കോളേഴ്സ് അസോസിയേഷന്റെ ആരോപണം. ABVP ഒഴികെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും പിന്തുണ പരിപാടിക്കുണ്ടെന്നും അതിനാൽ പരിപാടിയുമായി മുന്നോട്ടു പോകാനുമാണ് RSAയുടെ തീരുമാനം. തീർത്തും അന്യായമായി ഞങ്ങളെ യാതൊരു ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ ഈ പരിപാടി വിലക്കിക്കൊണ്ടുള്ള ഒരു ഓർഡർ വരികയും ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല, നിങ്ങൾ ഈ ഓർഡർ വാങ്ങിക്കൊണ്ട് പോകണം, ഈ പരിപാടി നടത്താൻ പാടില്ല എന്ന ധിക്കാരപൂർവ്വമായിട്ടുള്ളൊരു നിലപാട് ആ രീതിയിൽ നിന്നുകൊണ്ടാണ് PS ഞങ്ങളോട് സംസാരിച്ചത്. ഈ പരിസരങ്ങളിൽ ഈ ക്യാമ്പസിൽ തന്നെയുള്ള ഹിന്ദുത്വ ശക്തികളുടെ ഒരു നിഗൂഢമായ അജണ്ടയാണ്. ആ നിഗൂഢമായ അജണ്ടയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് സംസ്കൃത സർവകലാശാല അധികാരികൾ ഈ പരിപാടി നിഷേധിക്കാനിടയാക്കിയെന്നാണ് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നത്. കവി കുരീപ്പുഴ ശ്രീകുമാറായിരുന്നു സെമിനാർ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. എഴുത്തുകാരൻ സുനിൽ P. ഇളയിടം മുഖ്യപ്രഭാഷകനും. ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധമാണ് സർവകലാശാലയിൽ ഉയരുന്നത്. ബിൻസി രവീന്ദ്രൻ, മീഡിയ 1, കൊച്ചി. കാലടി സംസ്കൃത സർവകലാശാല അധ്യാപകൻ സുനിൽ P. ഇളയിടം കൊച്ചി സ്റ്റുഡിയോയിൽ, പ്രൊഫസർ VG തമ്പി മുൻ പ്രിൻസിപ്പാൾ കേരളവർമ്മ കോളേജ് തൃശൂർ സ്റ്റുഡിയോയിലുണ്ട്. TP ജയചന്ദ്രൻ BJP സംസ്ഥാന കമ്മിറ്റി അംഗം കോഴിക്കോട്ട് നിന്ന് ഈ ചർച്ചയിൽ ചേരും. MB ഭാസ്കരൻ നായർ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അമൽലാൽ വിദ്യാർത്ഥി കേരളവർമ്മ കോളേജ് എന്നിവർ ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ ചേരും. ആദ്യം അമൽലാലിലേക്ക്. അമൽലാൽ, ദാദ്രി സംഭവത്തെ തുടർന്ന് അതിനുള്ള പ്രതിഷേധ സൂചകമായിട്ടായിരിക്കാം ഒരു ബീഫ് ഫെസ്റ്റിവൽ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവുക. അത് എങ്ങനെയാണ് സംഘർഷത്തിൽ കലാശിച്ചത്? എന്ത് കാരണം പറഞ്ഞാണ് അത് തടയാനെത്തിയവർ നിങ്ങൾക്കെതിരെ തിരിഞ്ഞത്? ആദ്യമേ തന്നെ പറയട്ടെ, ഞാനൊരു SFI സ്റ്റുഡന്റ് അല്ല. അതുപോലെ തന്നെ ഈ അന്നുണ്ടായിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് നേരിട്ട് അറിവില്ല. ഞാൻ അന്ന് കോളേജിലുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ സംഭവങ്ങൾ കേട്ട അറിവെന്താന്ന് വെച്ചാൽ, അവിടെ ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുകയും ആ ബീഫ് ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്ന പാത്രത്തെ ABVPക്കാർ തട്ടിമറിച്ചിടുകയും SFIക്കാർ കൈയേറ്റം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി SFI തിരിച്ച് ആക്രമിച്ചിരുന്നു. അവിടെ അക്രമകാരികൾക്ക് സസ്പെൻഷൻ വേണോ എന്നുള്ള തീരുമാനം അത് അടുത്തതാണ്. പക്ഷെ ദീപ് ടീച്ചർ പറഞ്ഞത് ഒരു അഭിപ്രായമാണ്, അതൊരു നിലപാടാണ്. ആ നിലപാടിന് ഇവിടെ സ്പേസ് വേണം. ആ നിലപാടുകൾ പറയാൻ നമുക്ക് സ്പേസ് വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ എനിക്ക് പരിവാർ ABVPക്കാർ ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, ഹിന്ദു വിശ്വാസികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരുപാട് കേരളവർമ്മയിലുണ്ട്. അവരാരെങ്കിലും ദീപ് ടീച്ചർക്കെതിരെ ഒരു നിലപാടെടുക്കുമോ? അല്ലെങ്കിൽ അവരിലൊരു പകുതി പേർക്കുണ്ടെങ്കിലും ദീപ് ടീച്ചർക്കെതിരെ നിലപാടെടുപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അല്ലെങ്കിൽ അവിടെയുള്ള ABVP മെമ്പേഴ്സിനെ കൊണ്ട് തന്നെ മുഴുവൻ മെമ്പേഴ്സിനെ കൊണ്ട് നിങ്ങൾക്ക് ദീപ് ടീച്ചർക്കെതിരെ നിലപാടെടുക്കാൻ കഴിയുമോ? അപ്പോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് ഏത് ഹിന്ദുവിന്റെ വികാരത്തെ പറ്റിയിട്ടാണ്? ഏത് ഹിന്ദുവിന്റെ വികാരത്തെ ഉദ്ധരിക്കാനാണ് നിങ്ങൾ ഇവിടെ ഇത്രയും പരിശോധന സംഘടിപ്പിക്കുന്നത്? ടീച്ചർക്കെതിരെ നാഗപക്ഷിയാണെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല. നാളെ ചിന്താവിഷ്ടിയായ ചെയ്ത ക്ലാസ് എടുക്കുമ്പോ, അല്ലെങ്കിൽ നാളെ 2ാം കൂടെ എടുക്കുമ്പോ ടീച്ചർ മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് നിങ്ങൾ കോമെടുക്കില്ലേ? അമൽലാൽ, ദയവായി തുടരുക. പ്രൊഫസർ VG തമ്പി, താങ്കൾ കേരളവർമ്മയിലെ വിദ്യാർത്ഥിയായിരുന്നു, പിന്നീട് അവിടെ തന്നെ അധ്യാപകനായി പ്രിൻസിപ്പലായി ആയ ഒരാളാണ്. ഒരുപക്ഷെ അപൂർവമായി കേരളവർമ്മ കോളേജുമായി ഏറ്റവും അധികം ബന്ധമുള്ള അപൂർവം ആളുകളിൽ ഒരാൾ. എന്നെങ്കിലും കേരളവർമ്മ കോളേജിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിൽ ഭക്ഷണത്തിന് നിയന്ത്രണം ഉണ്ടായിട്ടുണ്ടോ? പ്രക്ഷോഭങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായിട്ടുണ്ടോ? കേരളവർമ്മ കോളേജിന് 70 വർഷത്തെ ചരിത്ര പാരമ്പര്യമാണുള്ളത്. പ്രബുദ്ധതയുടെയും മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒരു സംസ്കാരം അതെന്നും നിലനിർത്തിയിട്ടുണ്ട്. ഇത്രയേറെ മതേതരത്വ ഭാവം പ്രകടിപ്പിച്ചിട്ടുള്ള കലാലയം മറ്റെവിടെയും കാണുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലൊരു കലാലയത്തിൽ 40 വർഷക്കാലം വിദ്യാർത്ഥിയായും അധ്യാപകനായും പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 70 വർഷങ്ങളിൽ 40 വർഷം ഒരു കലാലയത്തിൽ പ്രവർത്തിക്കാൻ, ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അപൂർവമായിട്ടൊരു ഭാഗ്യമാണ്. ഈ 40 വർഷങ്ങൾക്കിടയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഒരിക്കൽ പോലും ഈ കലാലയത്തിനെ മതവൽക്കരിക്കുവാനോ വർഗീയവൽക്കരിക്കുവാനോ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലേക്ക് മാറ്റിയെടുക്കുവാനോ ഒരു ശ്രമവും ഞാൻ കണ്ടിട്ടില്ല. ഇത്രയേറെ അഭിമാനബോധത്തോടുകൂടി, കാരണം സ്വാതന്ത്ര്യത്തിന്റെ കൊടിയടയാളമാണ് കേരളവർമ്മ കോളേജ് എന്നാണ് പറയാറുള്ളത്. കാരണം സ്വാതന്ത്ര്യമാണ്, ജനാധിപത്യമാണ്, പ്രബുദ്ധതയാണ്, മതേതരത്വമാണ് കേരളവർമ്മയുടെ അന്തസ് എന്ന് പറയാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു കലാലയത്തിൽ അവിടെ അഹിന്ദുക്കളെ ഈ തരത്തിൽ വിലക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ കലാലയത്തിന്റെ ക്യാമ്പസിനകത്ത് ഒരു ക്ഷേത്രമുണ്ടെന്നും ഒരു കൊച്ചു അമ്പലമുണ്ടെന്നും ആ അമ്പലം ഉള്ളതുകൊണ്ട് അവിടെ ഈ തരത്തിലുള്ളതായ പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതും അതിശയകരമായിട്ടുള്ളൊരു കാര്യമാണ്, അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കലാലയത്തെ നമ്മൾ ഒരു അമ്പലമായിട്ടാണ് മാത്രമാണ് കാണുന്നതെങ്കിൽ അതിനൊരു പള്ളിയായിട്ടും മോസ്കായിട്ടും നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണിത്.
തീർച്ചയായിട്ടും ഈ ക്യാമ്പസിനകത്ത് അത്തരത്തിലുള്ള ഒരു അമ്പലം വളരെ അടുത്ത കാലത്ത് മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ പഠിക്കുന്ന കാലത്ത് അത്തരത്തിലുള്ളൊരു അമ്പലത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ക്യാമ്പസിന്റെ സർഗാത്മകമായ സാംസ്കാരികമായ പ്രവർത്തനങ്ങളിൽ ഈ അമ്പലം ഒരർത്ഥത്തിലും ഇടപെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. എനിക്കൊന്ന് 10-20 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമായിരിക്കണം ഇതേപോലെ ഒരു അമ്പലത്തിന്റെ ഒരു സാന്നിധ്യം അവിടെ രൂപപ്പെട്ടു വന്നിരിക്കാനായിട്ട് ഇടയുള്ളത്. ഞങ്ങളുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലത്ത് ക്യാമ്പസിൽ അങ്ങനെയുള്ളൊരു അമ്പലം ഉണ്ടായിട്ടും കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഈ കലാലയത്തെ സംബന്ധിച്ചിടത്തോളം അതിനകത്തെ ക്യാമ്പസിലുള്ള ഭക്ഷണ രീതികൾ ക്യാൻറ്റീനിലായാലും ഹോസ്റ്റലിലായാലും ഒക്കെ തന്നെയും സസ്യേതരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമായിരുന്നു. കുട്ടികൾ അത്തരത്തിലുള്ളതായ ഭക്ഷണങ്ങളാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഭക്ഷണത്തെ മുൻനിർത്തിക്കൊണ്ട് ക്യാമ്പസിനകത്ത് മതവൽക്കരണം നടത്തുക എന്ന് പറയുന്ന എത്രയോ നീചമായിട്ടുള്ളൊരു കാര്യമാണ്. കേരളവർമ്മ കോളേജിലൊരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ അധ്യാപകൻ എന്നുള്ള രീതിയിലും ഇത്രയേറെ അസ്വസ്ഥതയും ഇത്രയേറെ അത്തരത്തിലുള്ളതായ സംഘർഷങ്ങളും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. റൈറ്റ് തമ്പി, മടങ്ങിയെത്താം താങ്കളിലേക്ക്. സുനിൽ പി ഇളയിടം, ഒരു ഫ്യൂഡൽ കാലഘട്ടത്ത് സ്ഥാപിതമായ ഒരു കോളേജാണ് കേരളവർമ്മ. പക്ഷേ ഒരു ജനാധിപത്യ സമൂഹത്തെ സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കണം അതിന്റെ സ്ഥാപകനായ കേരളവർമ്മ രാജാവ് ഒരു പക്ഷേ അതിന് അടിത്തറയിട്ടിട്ടുണ്ടാവുക. പിന്നീട് അതിന്റെ ചരിത്രം ഇപ്പോൾ വി.ജി. തമ്പി വിശദീകരിക്കുകയും ചെയ്തു. അത് എക്കാലവും മതേതരമായിരുന്നു, ജനാധിപത്യപരമായിരുന്നു, വ്യത്യസ്ത ശബ്ദങ്ങളെ അത് സഹിഷ്ണുതയോടെ സ്വീകരിച്ചിട്ടുണ്ട് എന്നെല്ലാം. അതേസമയം ജനാധിപത്യ സർക്കാരാൽ സ്ഥാപിതമായ സംസ്കൃത സർവകലാശാലയിൽ ഫാഷിസത്തിനെതിരായ ഒരു പരിപാടി ഒരു ഉത്തരവിലൂടെ രജിസ്ട്രാർ വിലക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ കലാലയങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? കഴിഞ്ഞ ദിവസമാണ് എ.കെ. ആന്റണി പറഞ്ഞത് കലാലയ രാഷ്ട്രീയം നിരോധിച്ചത് മണ്ടത്തരമായി പോയി എന്ന്, അത് വർഗീയത വളർത്തിയെന്ന്. ഇവിടെ വർഗീയത മാത്രമല്ല വളരുന്നത്, ഫാഷിസം മെല്ലെ മെല്ലെ പിച്ച വെച്ച് വരികയാണ്. നിശ്ചയമായിട്ടും കലാലയങ്ങളിലെ സ്വതന്ത്രവും ജനാധിപത്യപരവുമായ സംവാദങ്ങൾ ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം വാസ്തവത്തിൽ അതിൻ്റെ അധികൃതർക്ക് കൂടിയുള്ളതാണ്. കാരണം ഒരു സർവകലാശാല അടിസ്ഥാനപരമായി ഉയർത്തേണ്ടത്, രൂപപ്പെടുത്തേണ്ടത് വിമർശനാവബോധമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ സർവകലാശാലകളുടെ രൂപീകരണ സങ്കല്പം തന്നെ അതാണ്. അതല്ലാതെ ഏതെങ്കിലും ചില കോഴ്സുകൾ പഠിപ്പിക്കുകയും ആ കോഴ്സുകൾക്ക് ബിരുദം നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളായിട്ടല്ല സർവകലാശാലകൾ ഭാവന ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്നിപ്പോൾ അതൊന്നും ആരും ഓർക്കണ്ടാവില്ല. ഏത് സർവകലാശാലയുടെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും അടിസ്ഥാനപരമായ താല്പര്യം തന്നെ വിമർശനാവബോധത്തിൻ്റെ രൂപീകരണമാണ്. ആ വിമർശനാവബോധ രൂപീകരണത്തിന് ഉതകുന്ന മട്ടിലുള്ള വൈജ്ഞാനിക പ്രവർത്തനങ്ങളാണ് സർവകലാശാലകളുടെ അടിസ്ഥാനപരമായ താല്പര്യമാകേണ്ടത്. ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സംവാദ സാധ്യതകളെ അടച്ചു കളഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഉയർന്നു വരുന്ന ഭീതിയുടെ അന്തരീക്ഷത്തെ ന്യായീകരിക്കുന്ന മട്ടിൽ, ആ ഭീതിയുടെ അന്തരീക്ഷത്തിന് വളം വെച്ചു കൊടുക്കുന്ന മട്ടിൽ, അതിനെ പിന്തുണ നൽകുന്ന മട്ടിൽ ഭരണ സംവിധാനങ്ങൾ സ്വതന്ത്രമായ സംവാദങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായി വരുന്നത്. ഇത് സർവകലാശാല എന്ന സങ്കല്പത്തിനെതിരാണ്. ഞാൻ പറയുന്നത് സർവകലാശാലകൾ രൂപീകരിക്കേണ്ടുന്ന അടിസ്ഥാനപരമായ വിമർശന ബോധത്തിനെതിരായ നിലപാടാണ് വാസ്തവത്തിൽ ഈ സംവാദം നിരസിക്കുന്നത് വഴി ചെയ്യുന്നത്. എന്താണ് സംവാദ വിഷയം? ഫാസിസത്തിനെതിരായ പ്രതിരോധമെന്നാണ്. അത് നിരോധിക്കുക വഴി സർവകലാശാല ആരോടൊപ്പമാണെന്നാണ് പ്രഖ്യാപിക്കുന്നത്? ഫാഷിസത്തോടൊപ്പം ചേരുകയാണ് സർവകലാശാല എന്നാണ് ഈ നിരോധനത്തിൻ്റെ ആദ്യത്തെ അർത്ഥം. അത്രയും വ്യാപകമായ അർത്ഥ സൂചനകളുള്ള ഒരു നടപടിയാണ് തങ്ങൾ ചെയ്യുന്നതെന്ന് സർവകലാശാല അധികൃതർ തിരിച്ചറിയേണ്ടതാണെന്നാണ് എൻ്റെ പക്ഷം. ഇത് ചെറിയ കാര്യമല്ല. സ്വതന്ത്രമായി ഇന്ന് ഇന്ത്യ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിലൊന്ന് മതവർഗീയതയെ മുൻനിർത്തിയുള്ള വിഭാഗീയമായ ശ്രമങ്ങളും ഇന്ത്യയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ കലാപങ്ങളുമാണ്. ഫാഷിസം എന്നുള്ളത് ഇല്ലാത്തൊരു കാര്യമാണെന്നോ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഒരു സ്വാധീനവും ചെലുത്താത്തൊരു കാര്യമാണെന്നോ നമുക്കിന്ന് കരുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫാഷിസത്തെക്കുറിച്ചുള്ള ജനാധിപത്യപരമായ ചർച്ചകൾ നടക്കണം. ആ ചർച്ചകൾ വഴി വിദ്യാർത്ഥികളുടെ സാമൂഹ്യാവബോധം വർദ്ധിപ്പിക്കണം. അത് വർദ്ധിക്കുന്നതിന് ഉതകുന്ന സംവാദങ്ങൾ വരുത്തണം. നാളെ നടക്കാനിരുന്ന സംവാദം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന വളരെ തുറന്ന ജനാധിപത്യപരമായൊരു സംവാദമാണ്.
അത് നടന്നുകൂടാ എന്ന് തീരുമാനിക്കപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായാലും വളരെ അപകടകരമായ സൂചനയാണ്. എന്ത് ധരിക്കണം, എന്ത് പറയണം, എങ്ങനെ നടക്കണം, എന്ത് ഭക്ഷിക്കണം എന്നെല്ലാം മുൻകൂറായി തീരുമാനിക്കപ്പെടുന്ന അതിഭീകരമായ ഒരു സ്വേച്ഛാധിപത്യ അന്തരീക്ഷത്തെ വളം വെച്ച് കൊടുക്കുകയും വരവേൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം സർവകലാശാലകളിൽ ഉണ്ടാക്കുന്ന സ്ഥിതിയാണ് ഇതുവഴിയുള്ളത്. സാങ്കേതികമായി ചോദിച്ചാൽ ഇത്തരം ഒരു പരിപാടി തടയാൻ യഥാർത്ഥത്തിൽ രജിസ്ട്രാർക്ക് അധികാരമുണ്ടോ? യഥാർത്ഥത്തിൽ ഈ പരിപാടി UGCയുടെ അപ്രൂവലുള്ള പരിപാടി ആയിരുന്നോ, അതോ കേവലം വിദ്യാർത്ഥികളുടെ സ്കോളേഴ്സിന്റെ അസോസിയേഷൻ അനൌദ്യോഗികമായി സംഘടിപ്പിച്ച ഒന്നായിരുന്നു? അല്ല, ഇതിൽ ഞാൻ കരുതുന്നത് ഒരു സർവകലാശാലയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റ് കോളേജിലെ മാനേജർ തീരുമാനിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആ നിലയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല ഇത്. ഒരു സർവകലാശാലയിൽ ഔപചാരികമല്ലാതെ എത്രയോ പരിപാടികൾ അനുദിനമെന്നോണം നടക്കുന്നു. ഒരു സർവകലാശാലയുടെ സർഗാത്മകത നിലനിൽക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ സംവാദങ്ങളും ഭിന്നാഭിപ്രായങ്ങളും ആവിഷ്കൃതമാകുന്നത് വഴിയാണ്. അല്ലാതെ മുകളിൽ നിന്ന് തിട്ടൂരം കിട്ടുന്നതനുസരിച്ച് പ്രവർത്തിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന കുറേ നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നിൽക്കുന്ന ഒരാൾക്കൂട്ടം ഉണ്ടായതുകൊണ്ടല്ല ഒരു സർവകലാശാല നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇത് മുൻകൂറായ അനുവാദം നൽകിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ ക്യാമ്പസുകളിൽ പ്രകടനം നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതെല്ലാ സ്ഥലങ്ങളിലും മുൻകൂറായി തീരുമാനം എടുത്തിട്ടോ അംഗീകാരം മേടിച്ചിട്ടോ ഒന്നുമല്ല. അത്തരം അംഗീകാരത്തിൻ്റെ പ്രശ്നമില്ല. ഇത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. ഇന്ത്യൻ ഫാഷിസത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്താണ്, അതിനെ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വളരെ അക്കാദമികമായ ഒരു ചർച്ച മാത്രമാണ് അവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഭാവന ചെയ്യപ്പെട്ടിരുന്നത്. അത് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിലെ വലിയ കവിയായിട്ടുള്ള കുരുവിപ്പുഴയാണ്. അങ്ങനെ ഒരു കവി ഒന്ന് സംസാരിക്കുകയും വിദ്യാർത്ഥി പ്രതിനിധികൾ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു ചർച്ച നടന്നുകൂടാ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ പുറകിലുള്ള യുക്തിയാണ് വളരെ വളരെ വിചിത്രവും വളരെ ഭീഷണവുമായിരിക്കുന്നത്. TP ജയചന്ദ്രനിലേക്ക് വരാം. അതിനു മുമ്പ് പ്രൊഫസർ വി ജി തമ്പിയിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ വി ജി തമ്പി, താങ്കൾ സൂചിപ്പിച്ചു കേരളവർമ്മയുടെ ചരിത്രം എക്കാലത്തും ജനാധിപത്യത്തോടൊപ്പം നിന്നിട്ടുള്ളതാണ്, അത് മതനിരപേക്ഷമായി പ്രവർത്തിച്ചു പോകുന്ന ഒരു സ്ഥാപനമാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കേരളവർമ്മ ക്യാമ്പസിനുള്ളിൽ ഒരു എയ്ഡഡ് കോളേജിൽ UGCയുടെ ഗ്രാന്റ് ലഭിക്കുന്ന, സർക്കാർ സഹായങ്ങൾ ലഭിക്കുന്ന ഒരു കോളേജിൽ ഒരു ആരാധനാലയം സ്ഥാപിതമായത്? ആരാധനാലയം അവിടെ സ്ഥാപിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ സാധാരണ രീതിയിലുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് ഏത് മതവിശ്വാസത്തിൽപ്പെട്ടവരാണോ ആ മാനേജ്മെന്റ് എങ്കിൽ ആ വിശ്വാസികൾക്ക് അവിടെ ഒരു പള്ളിയോ അവിടെ മറ്റേതെങ്കിലും ദേവാലയമോ നിർമ്മിക്കുന്നതിനകത്ത് യാതൊരു പ്രശ്നവുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ആ മതത്തിൽപ്പെട്ട അല്ലാത്തവർക്ക് അവിടെ പഠിക്കുവാനും അവിടെ പഠിപ്പിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാകുമ്പോൾ അവരുടെ കൂടി വിശ്വാസത്തെ മാനിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളവർമ്മ കോളേജിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 20% പേർ അഹിന്ദുക്കളായിട്ടുള്ളവരാണ്. അവരുടെ കൂടി വികാരങ്ങൾ, അവരുടെയും വിശ്വാസങ്ങൾ അന്തസ്സോടുകൂടി നിലനിർത്തുവാനായിട്ടുള്ള ബാധ്യത സത്യത്തിൽ ഒരു കലാലയത്തിനകത്തുണ്ട്. അപ്പോൾ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതല്ല കാര്യം, ക്ഷേത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ചില വിലക്കുകൾ ഇവിടെ ഉണ്ടാകുക എന്നുള്ളതാണ് എനിക്ക് വളരെ സങ്കടകരമായിട്ട് തോന്നുന്നത്. മടങ്ങിയെത്താം. ശ്രീ ജയചന്ദ്രൻ, ഇവിടെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് കാലടി സംസ്കൃത സർവകലാശാലയുടെ കാര്യത്തിലും കേരളവർമ്മ കോളേജിന്റെ കാര്യത്തിലും ആരോപണം ഉന്നയിക്കപ്പെടുന്നത്, വിരൽ ചൂണ്ടപ്പെടുന്നത് സംഘപരിവാർ വിദ്യാർത്ഥി സംഘടനയായ ABVPക്ക് നേരെയാണ്. രണ്ടിടത്തും ഒരിടത്ത് മതവിശ്വാസത്തിന്റെ പേരിൽ ഒരു പ്രക്ഷോഭത്തെ അവർ എതിർക്കുന്നു, കായികമായി എതിർക്കാൻ ശ്രമിക്കുന്നു. മറ്റൊരിടത്ത് ഫാഷിസത്തിനെതിരായ ഒരു ചർച്ച, ജനാധിപത്യ രീതിയിൽ നടക്കുന്ന ഒരു സംവാദം, അതിനെ ABVP മാത്രം എതിർക്കുന്നു. ഇത് ഫാഷിസത്തിന്റെ പ്രച്ഛന്നമായ കടന്നുവരവായി തന്നെയാണ് പ്രബുദ്ധ കേരളം നോക്കിക്കാണുന്നത്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും സംഘപരിവാർ? ശ്രീ ജയചന്ദ്രൻ. ശ്രീ ജയചന്ദ്രൻ, കേൾക്കാമോ? സാങ്കേതിക തകരാറ് കൊണ്ടാവാം ഞാൻ ഇതുവരെ നടന്ന ഒരു സംഭാഷണവും കേൾക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. താങ്കൾ എന്റെ ചോദ്യം കേട്ടുവെന്ന് കരുതുന്നു. കേട്ടിട്ടില്ല. അതായത് കേരളവർമ്മ കോളേജിൽ ഇന്നുണ്ടായ സംഭവങ്ങൾ, ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയിൽ ഒരു ജനാധിപത്യ രീതിയിൽ നടക്കുന്ന ഫാഷിസത്തിനെതിരായ ഒരു സെമിനാർ, അതിനെതിരെയും പ്രതിഷേധ രംഗത്തുള്ളത് ABVP ആണ്. കേരളവർമ്മ കോളേജിൽ ദാദ്രി കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രതിഷേധത്തിന്, ആ പ്രതിഷേധത്തെ നേരിടാൻ മുൻനിരയിലുണ്ടായിരുന്നതും ABVP ആണ്. സംഘപരിവാറിന്റെ വിദ്യാർത്ഥി സംഘടനയായ ABVPക്ക് നേരെയാണ് ഈ രണ്ട് സംഭവങ്ങളിലും വിരൽ ചൂണ്ടപ്പെടുന്നത്. അതായത് കലാലയങ്ങളിൽ, സർവകലാശാലകളിൽ ജനാധിപത്യപരമായ പ്രക്ഷോഭങ്ങളെ, ജനാധിപത്യപരമായ സംവാദങ്ങളെ എതിർക്കാൻ
ABVP മുന്നിൽ നിൽക്കുന്നു. ഇതിനെ അക്കാദമിക ലോകം, സാംസ്കാരിക ലോകം കാണുന്നത് ഫാഷിസത്തിന്റെ പ്രച്ഛന്നമായ കടന്നുവരവായി തന്നെയാണ്. ശ്രീ ജയചന്ദ്രൻ, റൈറ്റ്, താങ്കളിലേക്ക് മടങ്ങിയെത്താം. അമൽലാൽ ടെലിഫോൺ ലൈനിലുണ്ടെന്ന് കരുതുന്നു. ശ്രീ അമൽലാൽ, കേരളവർമ്മ കോളേജിന്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള എതിർ പ്രവണതകൾ, അതായത് ഒരു ജനാധിപത്യപരമായ പ്രതികരണങ്ങളെ എതിർക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ എന്നു മുതലാണ് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളത്? ഇതൊരു നിത്യസംഭവം തന്നെയാണോ അവിടെ? ഇല്ല, കേരളവർമ്മയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാലും അല്ലെങ്കിൽ ഞാൻ പഠിച്ചു വന്ന ഈ 3 വർഷം പരിശോധിച്ച് നോക്കിയാലും കൃത്യമായ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവാറുണ്ട്, കൈപൊക്കലുകൾ ഉണ്ടാവാറുണ്ട്, ഫാസിനെതിരായിട്ടുള്ള സെമിനാറുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്തോ ഇത് അസഹിഷ്ണുത നിറഞ്ഞ തരത്തിലാണ് ABVP വളരെയധികം പെരുമാറിയത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. മന്ത്രികൾക്ക് പോലും വിഷം വെക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രതിഷേധങ്ങൾക്ക് പോലും ഒരു സ്വരമില്ലാതാവുന്ന ഒരു അവസരത്തെ കാണിക്കുന്നതാണ്. ഒരുപക്ഷെ കേരളവർമ്മ അത് കേരളത്തിന് മുന്നിൽ തുറന്നു കാണിക്കുകയാണ്. ഈ SFI വളരെ സമാധാനപൂർവ്വം ബീഫ് കഴിക്കുന്നവർക്ക് ബീഫ് നൽകിക്കൊണ്ട് ഭക്ഷണം വിശക്കുന്നവർ ഭക്ഷണം നൽകിക്കൊണ്ട് നടത്തിയ സമരമാണ്. അതും ഒരു കൊലപാതകത്തിനെതിരെ നടത്തിയ പ്രതിഷേധമാണ്. ഇവിടെ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ കൊല ചെയ്യുന്ന നാട്ടിൽ അതിനെതിരെ വളരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുമ്പോൾ അതിനെതിരെയാണ് അസഹിഷ്ണുത ഉണ്ടാകുന്നത്. അതിനെപ്പറ്റി പോസ്റ്റിട്ട ഒരു ടീച്ചർക്ക് എതിരെയാണ് നടപടി വേണമെന്ന് പറയുന്നത്. അത് കേരളത്തിലെ നമ്മൾ പലപ്പോഴും അഭിമാനം കൊണ്ട് പറയാറുണ്ട്, കേരളത്തിൽ ഇത്തരത്തിൽ ഫാസിസം നടന്നു വരില്ല. ഇന്ത്യയിൽ പലയിടത്തും പലരും ഇത്തരം ഫാസിസത്തിനെതിരെയാകുമ്പോഴും കേരളത്തിൽ കടന്നു വരില്ല എന്ന തരത്തിൽ നമ്മൾ പറയാറുണ്ട്. പക്ഷെ കേരളത്തിൽ നമ്മുടെ മുറ്റത്ത്, നമ്മുടെ അടുക്കളയിലേക്ക് ഫാസിസം കടന്നു വന്നതാണ് കാണാൻ കഴിയുന്നത്. ഇതുവരെ ജനാധിപത്യ രീതിയിൽ പ്രതികരിച്ചിരുന്ന കേരളവർമ്മയിലാണ് ഇന്ന് ഫാസിസം ഇങ്ങനെ പ്രതികരിക്കുന്നത്. കുട്ടികളോടും അഭിപ്രായമായ ടീച്ചർമാരോടും ഫാസിസം വളരെ ക്രൂരമായി പെരുമാറുന്ന ഒരു രീതിയാണ് കാണാൻ കഴിയുന്നത്. റൈറ്റ്, അമൽലാൽ, മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ വിജി തമ്പി, ഈ ക്യാമ്പസിനകത്ത് ഇത്തരത്തിലൊരു ക്ഷേത്രം രൂപപ്പെട്ടത് സംബന്ധിച്ച് തന്നെ തർക്കമുണ്ട്. പലരും അത് തന്നെ ഉന്നയിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപാടെ പഠിച്ച പലരും ഇത്തരത്തിലൊരു ക്ഷേത്രം അവിടെ ഉള്ളതായിട്ട് കാണുന്നില്ല. അത് ആര് നിർമ്മിച്ചു എന്നറിയില്ല, അവിടെ പ്രതിഷ്ഠ എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്കറിയാം 1987 പുറത്തിറങ്ങിയ തൂവാനത്തുമ്പികൾ എന്ന ചിത്രം. ആ തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ ഒരു ദൃശ്യം കാണാം. അന്ന് ഈ ആൽത്തറയും ഈ ക്ഷേത്രയും എങ്ങനെയായിരുന്നുവെന്ന് നമുക്കൊന്ന് കാണാം. ക്ലാസ്സിലാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കോടോ. നീ എന്താ ധരിച്ചിരിക്കണേ? ഇത് നമ്മുടെ കോളേജാ, നമ്മള് 4 കൊല്ലം കിടന്ന്. റൈറ്റ്, ശ്രീ തമ്പി, ഇത് ഒരു സൂചനയാണ്. അതായത് ഇവിടെ ഒരു ക്ഷേത്രത്തിന്റെ മാതൃക രൂപപ്പെട്ടിരിക്കുന്നു. ഒരു 28 വർഷം മുൻപ് ഒരു സിനിമയുടെ ചിത്രീകരണ സമയത്ത് അവിടെ അങ്ങനെ ഒരു നിർബന്ധി ഉണ്ടായിരുന്നില്ല. ഇത് കേവലമായി കോളേജ് മാനേജ്മെന്റ് നിർമ്മിച്ചതാവാനാണോ സാധ്യത, അതോ ഇത് കേവലമായി ഇങ്ങനെ രൂപപ്പെട്ടു വന്നതാണോ? സമാനമായ ഉദാഹരണങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെയുണ്ട്. കാരണം മുൻപ് ദ ഹിന്ദു പത്രം നടത്തിയ ഒരു അന്വേഷണത്തിൽ ചാർമിനാറിന്റെ മൂലയിലുള്ള ഒരു ക്ഷേത്രം ഇതുപോലെ തന്നെ ഭൂജാതമായതാണ്. അതിന് ആരും ഉടമസ്ഥരുണ്ടായിരുന്നില്ല. ഈ ക്ഷേത്രത്തിന്റെ ഉത്തരവാദിത്തം, ഇതിന്റെ മേൽനോട്ടം കോളേജ് മാനേജ്മെന്റിന് തന്നെയാണോ? ഏകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് വളരെ ശരിയുമാണ്. കാരണം ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ആ ആൽത്തറയിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് ആ ക്ഷേത്രം അവിടെ പിന്നീട് രൂപപ്പെട്ടു വരുന്നു, സ്ഥാപിക്കപ്പെടുന്നു, അതിൻ്റെതായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ പോലും എനിക്ക് വലിയ തെറ്റ് തോന്നുന്നില്ല. ഒരു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഒരു കോളേജിൽ, അതിന്റെ ക്യാമ്പസിൽ ഒരു കൊച്ചു ക്ഷേത്രം, ഒരു ദേവാലയം, ഒരു പൂജ നടത്തുവാനായിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലും അത് ഒരു മതേതരത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ആ കാലത്ത് അതിനൊരു വർഗീയമായിട്ടൊരു അജണ്ട ഉണ്ടായിരിക്കാനും സാധ്യതയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞൊരു 10-15 വർഷങ്ങൾക്കിടയിലാണ് ഒരു സംഘടിത ഫാസിസം, ഹിന്ദു വർഗീയവാദം അതിന്റെ അതിശക്തമായ രീതിയിലുള്ളതായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ ജീവിതം അതിവേഗത്തിൽ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലവുമാണിത്. പ്രത്യേകിച്ച് മോദി അധികാരത്തിൽ വന്നതോടുകൂടിയിട്ട് അത് അതിന്റെ മുഴുവനായിട്ടുള്ള തേറ്റയും കൊമ്പും മുളപ്പിച്ച് അതിന്റെ വർഗീയത കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. മോദിയുടെ വാഗ്ദാനങ്ങൾ ഓരോന്നായിട്ട് മങ്ങിപ്പോകുമ്പോൾ അതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇതുമാതിരിയുള്ളതായ സമാന്തരമായിട്ടുള്ള വർഗീയ പ്രവർത്തനങ്ങൾ. ടി പി ജയചന്ദ്രൻ, ഇവിടെ 2 സംഭവങ്ങളിലും, കാരണം ഈ ശ്രീശങ്കര സർവകലാശാലയിൽ
ഫാഷിസത്തിനെതിരെ സംഘടിപ്പിച്ച ഒരു സെമിനാറിനെതിരെ മുൻനിരയിലുള്ളത് ABVP ആണ്. കേരളവർമ്മ കോളേജിൽ ബി ഫെസ്റ്റിവൽ നടത്തിയെന്നാരോപിച്ച് അതിനെ എതിർക്കാൻ മുൻനിരയിലുള്ളത് ABVP ആണ്. രണ്ട് സംഭവങ്ങളെയും ബൗദ്ധിക കേരളം, സാംസ്കാരിക കേരളം കാണുന്നത് ഫാഷിസത്തിന്റെ കടന്നുവരവായി തന്നെയാണ്. എന്താണ് നിങ്ങളുടെ നിലപാട് ഇക്കാര്യത്തിൽ? സാങ്കേതിക ബുദ്ധിമുട്ട് കൊണ്ടാവാം ഇതുവരെ നടന്ന ഒരു ചർച്ചയിലും എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. എന്നിരുന്നാൽ പോലും പറഞ്ഞോളൂ ജയേന്ദ്രൻ. ഇതുവരെ നടന്ന ചർച്ചകളൊന്നും സാങ്കേതികമായുള്ള സ്റ്റുഡിയോയുടെ ബുദ്ധിമുട്ട് കൊണ്ടാവാം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനകത്തുള്ളത് യഥാർത്ഥത്തിൽ ABVPയോ ഫാസിസമോ ഒന്നുമല്ല. പകരം കേരളത്തിലുള്ള ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഇനിയും പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. ഏറെ പ്രതീക്ഷയോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുള്ള പൊതുസമൂഹത്തെ ധരിപ്പിക്കപ്പെട്ടത് ഭാരതത്തിൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് സാധ്യതയില്ല എന്നുള്ളതായിരുന്നു. നേരെ മറിച്ച് ലോകത്തിലെ എന്തെല്ലാം കുറവുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും ലോകത്തിലെ താരതമ്യേന കുറ്റമറ്റ ഭാരതത്തിലെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രതിരോധിക്കുന്ന ശക്തികളായിരുന്നു ഇതുവരെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നത്. എന്നാൽ ആ തരത്തിലുള്ള എല്ലാ പ്രതിരോധങ്ങളെയും പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് തന്നെ ഒരു വലിയ മാറ്റം ഭാരതം സാക്ഷ്യം വഹിക്കുകയാണ്. നാളെ ഇതുവരെ വിശ്വസിച്ചിരുന്ന വിശ്വാസ പ്രമാണങ്ങളെല്ലാം തകർന്നടിയുകയാണ്. കേരളത്തിൽ ചിന്തിക്കുമ്പോൾ ബി ഫസ്റ്റ് ഗോവധം നിരോധിക്കപ്പെടാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഗോകളെ വധിക്കുന്നതിനോ മാംസം ഭക്ഷിക്കുന്നതിനോ ആരുടെ ഭാഗത്തുനിന്നും യാതൊരു വിലക്കുകളും കേരളത്തിൽ നിലവിലില്ല. നേരെ മറിച്ച് ഇതൊന്നുമില്ലാത്ത കേരളത്തിൽ എവിടെയോ നടന്ന ഒരു സംഭവത്തിൻ്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ, വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ കലാലയങ്ങളെപ്പോലും കലുഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചില പ്രവർത്തനങ്ങളെ സ്വാഭാവികമായും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ള ജനാധിപത്യപരമായ രീതിയിൽ അവർ പ്രതികരിക്കാൻ തയ്യാറാവുന്നു. ആ സ്ഥാപനത്തിലെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, ഒരു സ്ഥാപനമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ചില നടപടികൾ ഉണ്ടാകും, ചിട്ടവട്ടങ്ങൾ ഉണ്ടാകും. അത്തരം നടപടികളുടെ ഭാഗത്തു നിന്ന് അത്തരം ആളുകൾ നീങ്ങുന്നതിന്, അത്തരം ആളുകൾ അതിനെ ചോദ്യം ചെയ്യുന്നതിന്, തങ്ങളുടെ ഭാഗം ശരിയാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള അവസരം നിലനിൽക്കെ തന്നെ ജനാധിപത്യപരമായി തങ്ങളോട് ചോദിക്കുന്നതും തങ്ങളുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം ആവശ്യപ്പെടുന്നത് പോലും മാരകമായ കുറ്റം ആരോപിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യുന്നതല്ലേ യഥാർത്ഥത്തിൽ ഫാസിസം എന്ന് പറയുന്നത്? ജനാധിപത്യപരമായിട്ടുണ്ടായിരുന്ന പ്രതികരണങ്ങളെ സ്വാഭാവികമായിട്ടും ഇരുഭാഗങ്ങളും ഇരു ശബ്ദവും കേൾക്കുന്നതിന് പകരം ഒരു വിഭാഗത്തിൻ്റെ വാദഗതികളെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ഒരർത്ഥത്തിൽ വ്യാജവും തെറ്റിദ്ധരിയുണ്ടാക്കുന്നതുമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ലേ ഇത്തരം അന്തരീക്ഷങ്ങൾ കലുഷിതമാകുന്നതിനുള്ള കാരണം? മാത്രമല്ല, കേരളം നമ്മൾ ചിന്തിക്കേണ്ടത്, കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇന്നുവരെ ചിന്തിക്കുമ്പോഴും നാം ഈ അപായത്തോടെ കാണുന്ന ഫാസിസ്റ്റ് ശക്തികൾക്ക് ഒരിക്കൽ പോലും പ്രവർത്തനപരമായ അവസരമൊരുക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ വിദ്യാഭ്യാസം, കേരളത്തിലെ പൊതുസമൂഹം, കേരളത്തിലെ ഭരണകൂടം, ഇതിലൂടെ വളർന്നു വന്ന കേരളത്തിലെ മുഴുവൻ ജനതയും ഇതിനെതിരായുള്ള തരത്തിലുള്ള ഒരു കാര്യങ്ങളിൽ രൂപപ്പെട്ടതാണ്. മറിച്ച് യാഥാർത്ഥ്യം എന്താണ്? കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുമ്പോഴും ചില യാഥാർത്ഥ്യങ്ങളെ നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല. TP ജയചന്ദ്രൻ, അത്തരം ഒരു എതിർവാദം നിങ്ങൾക്കുണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ ABVPക്ക് ഉണ്ടെന്ന് കരുതുക. അത് നിങ്ങൾക്ക് അറിയിക്കാൻ അത് പല മാർഗങ്ങളുണ്ട്. പക്ഷേ ഒരു ബി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് പ്രതീകാത്മകമായ ഒരു പ്രതിഷേധമാണ്, പ്രതിരോധമാണ്. അവിടെ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടോ അല്ലാതെ നിങ്ങളുടെ നിലപാട് അറിയിക്കേണ്ടത് അതിന് മറ്റു മാർഗങ്ങളുണ്ട്. പക്ഷേ അത്തരം നിലപാട് വ്യതിയാനങ്ങളെ അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളെ പ്രകടിപ്പിക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു സെമിനാറിനെതിരെ നിങ്ങൾ രംഗത്ത് വരുമ്പോൾ നിങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കഴുത്തിന് പിടിക്കുകയാണെന്ന ആക്ഷേപം സ്വാഭാവികമായും ഉയരും. ശ്രീ ജയചന്ദ്രൻ, കേൾക്കാമോ? കേൾക്കുന്നില്ല. അതായത് അവസാന ഭാഗം കേട്ടിട്ടില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു പ്രതിഷേധത്തിന് മുമ്പിൽ പോയി നിന്ന് അതിനെ ചോദ്യം ചെയ്യുകയല്ലോ വേണ്ടത്. നിങ്ങളുടെ നിലപാട് അറിയിക്കാൻ മറ്റ് മാധ്യമങ്ങളുണ്ട്. അതേസമയം ഒരു സംവാദത്തിന്റെ വേദി ഒരുക്കുമ്പോൾ ഒരു സെമിനാറിനെതിരെ നിങ്ങൾ രംഗത്ത് വരുന്നു. അതായത് വ്യത്യസ്ത അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കാനുള്ള വേദിക്കെതിരെ അത് നടത്താൻ പാടില്ല എന്ന് ആവശ്യപ്പെടുന്നു. രജിസ്ട്രാർ അത് നിരോധിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കഴുത്തിന് പിടിക്കുകയാണ് ABVP രണ്ട് സംഭവങ്ങളിലും ചെയ്തിട്ടുള്ളത്. ശ്രീ ജയചന്ദ്രൻ, താങ്കളിലേക്ക് ഞാൻ മടങ്ങിയെത്താം. അമൽലാലിലേക്ക് ഒരു കൂടി. അമൽലാൽ, യഥാർത്ഥത്തിൽ കേരളവർമ്മയിൽ ഉണ്ടായത് ABVPയുടെ ഒരു സ്റ്റാൻഡ്, അവരുടെ നിലപാട് അറിയിക്കാനുള്ള
ശ്രമത്തെ മറ്റുള്ളവർ കായികമായി നേരിടുകയായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ ബി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച സംഘാടകർ കായികമായി നേരിടുകയായിരുന്നു എന്നാണ് ജയചന്ദ്രന്റെ വാദം. ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുക, ആ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ ആ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതാണോ ജനാധിപത്യ രീതി? മറ്റൊരു പരിപാടികൾ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ മറ്റൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവിടെ അഭിപ്രായം പറയുകയോ വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ ശ്രമിക്കുകയല്ല ചെയ്തത്. മറിച്ച് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയ സ്ഥലത്ത് വന്ന് ബീഫ് തട്ടിമറിക്കാൻ ശ്രമിക്കുന്നതാണോ ജനാധിപത്യ രീതി? എങ്ങോ നടന്ന എവിടെയോ നടന്ന ഒരു സംഭവമല്ല. ഇന്ത്യയിൽ നടന്ന, ഉത്തർപ്രദേശിൽ നടന്ന, നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവത്തെ പ്രതിഷേധിച്ചാണ് ഇവിടെ ഉണ്ടായത്. ഈ ABVP സംഘടനകൾ അല്ലെങ്കിൽ RS സംഘടനയോ കേരളത്തിൽ മാത്രമുള്ളതല്ലോ. അപ്പൊ ഇന്ത്യയിൽ ഉണ്ടായ ഒരു സംഭവം, ഒരു ഭക്ഷണം കഴിച്ചു എന്ന് ആരോപിച്ച് ഒരാളെ കൊല ചെയ്തു എന്ന സംഭവം, ഈ BJPയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ അത്രയും നിസ്സാരമല്ല കാര്യങ്ങള്. ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള എന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയുന്ന ആ ഭരണഘടനാപരമായ അവകാശത്തെ ചോദ്യം ചെയ്തത് നമ്മുടെ നാട്ടിൽ ചോദ്യം ചെയ്തതാണ് കേരളത്തിൽ പ്രതിഷേധിച്ചത്. അവിടെ പ്രതിഷേധം നടക്കുന്ന ഇടയിൽ ABVP കയറി വരികയും പാത്രം തട്ടിമറിച്ചിടുകയും അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുകയാണോ നിങ്ങളുടെ ജനാധിപത്യ രീതി? റൈറ്റ് അമൽലാൽ, അതിഥികളിലേക്ക് മടങ്ങിയെത്താം. ഒരു ചെറിയ ഇടവേള ആവശ്യമുണ്ട്. ശ്രീ ജയേന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ ജയചന്ദ്രൻ, താങ്കൾ മുൻപ് പറയുകയുണ്ടായി കോളേജിന്റെ അച്ചടക്ക ക്രമങ്ങളെ ലംഘിച്ചുകൊണ്ട് വ്യാജ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്യുക മാത്രമാണ് ABVP ചെയ്തതെന്ന്. നമ്മുടെ രാജ്യത്ത് നടന്നൊരു സംഭവമാണ് പശു ഇറച്ചി കഴിച്ചു എന്ന ആരോപണത്തെ തുടർന്നൊരു വൃദ്ധനെ ആളുകൾ തച്ചുകൊല്ലുക. താങ്കൾ തന്നെ മുമ്പ് സൂചിപ്പിച്ചു രാജ്യം മുഴുവൻ ഒരു മാറ്റത്തിന്റെ പാതയിലാണ് എന്ന്. ഈ രാജ്യം, ഇന്ത്യ എന്നത് ഒരൊറ്റ ഏകകമാണെങ്കിൽ ഈ രാജ്യത്ത് നടക്കുന്ന ഏത് സംഭവത്തോടും സ്വാഭാവികമായും പ്രതികരിക്കാനുള്ള വിദ്യാർത്ഥികളുടെ പൗരസ്വാതന്ത്ര്യത്തെയല്ലേ താങ്കൾ ചോദ്യം ചെയ്യുന്നത്? ശ്രീ ജയചന്ദ്രൻ, കേൾക്കാമോ? കേൾക്കാം. അതായത് രാജ്യത്ത് നടന്ന ഒരു സംഭവം, പശു ഇറച്ചി കഴിച്ചു എന്നാരോപിച്ച ഒരു ജനക്കൂട്ടം ഒരു വൃദ്ധനെ തച്ചുകൊല്ലുന്നു. അത് കൃത്യമായും ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള പൗരന്റെ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണെന്നും ഫാഷിസമാണെന്നും മനസ്സിലാക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അതിനെതിരെ ക്യാമ്പസിൽ പ്രതിഷേധിച്ചാൽ ആ പ്രതിഷേധത്തെ ചെറുക്കുന്നത് തന്നെയല്ലേ യഥാർത്ഥ ഫാഷിസം എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഈ രാജ്യത്തുള്ള മറ്റ് സംഭവവികാസങ്ങളോട് പ്രതികരിക്കാനുള്ള വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾക്ക് തടയാനാവുക? പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടുള്ള തടയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ജനാധിപത്യ ഭരണക്രമത്തിൽ ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും അതിന് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യവും വകവെച്ച് കൊടുക്കുന്നിടത്താണ് ജനാധിപത്യം സാർത്ഥകമാകുന്നത്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു സംസ്ഥാനത്തിൻ്റെ കൈവശമുള്ള വിഷയം, ഒരു സംസ്ഥാനത്ത് ആഭ്യന്തരപരമായ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ സംസ്ഥാന ഭരണകൂടം പരാജയപ്പെടുത്ത് കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് പകരം അന്ധമായ മറ്റ് കാര്യങ്ങളിൽ പ്രതികരിക്കാൻ കഴിയാതെ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാതെ വരുമ്പോൾ യഥാർത്ഥ കുറ്റവാളികളും ശ്രദ്ധ തിരിച്ചുവിട്ടാനും യഥാർത്ഥ വസ്തുതകളെ മാറ്റിവെച്ചുകൊണ്ട് വസ്തുതകളെ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നിന്നും ട്വിസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ. അപ്പോൾ നോക്കൂ, കേരളത്തിൽ ഗോവധത്തെ നിരോധിക്കുന്നതോ ഗോമാംസം വിൽക്കുന്നതോ അത് കഴിക്കുന്നതോ അതിൻ്റെ പേരിൽ ഫെസ്റ്റ് നടത്തുന്നതോ കേരളത്തിൽ ഒരു വിരുദ്ധമായ കാര്യമല്ല. മറിച്ച് ഒരു ഭക്ഷണത്തിൻ്റെ പേരിൽ ഒരു സമാജത്തെ അപമാനിക്കാനും ഒരു വിഭാഗത്തെ അതിൻ്റെ പേരിൽ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് കോളേജ് ഒരു തടയുന്നുണ്ടാവുക. കേരളത്തിൽ പോർക്ക് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കൊക്കെ ഉണ്ട്. കഴിക്കാനുള്ള സ്വാതന്ത്ര്യം യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് താങ്കൾ പറയുന്നത്. താങ്കൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിലുമുള്ള ഒരു വിഷയം മറ്റൊരു സംസ്ഥാനത്ത് രാഷ്ട്രീയമായോ സാംസ്കാരികമായോ ഉയർത്താൻ പറ്റില്ല എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? എങ്ങനെയാണ് പ്രതികരിക്കേണ്ടി വരിക? സ്വാഭാവികമായും ആ തരത്തിലുണ്ടാകുന്ന പ്രവർത്തനങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ, താങ്കളിലേക്ക് മടങ്ങിയെത്താം. MP ഭാസ്കരൻ നായർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഭാസ്കരൻ നായർ, ഇന്ന് ഈ സംഭവവികാസങ്ങളുടെ പേരിൽ ഈ സംഘാടകൻ ബി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചവർക്ക് പിന്നിൽ അധ്യാപകരുണ്ടോ എന്ന് പോലും അന്വേഷിക്കാൻ മാനേജ്മെന്റ് ഉത്തരവിട്ടിരിക്കുന്നു. അതായത് ഈ സംഭവത്തെ പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട അധ്യാപികയെ പോലും സംശയത്തിന് നിഴലിൽ നിർത്തിക്കൊണ്ട് അവർക്കെതിരെ നടപടി ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. എന്ത് അച്ചടക്ക നടപടിയാണ് ബി ഫെസ്റ്റിവൽ നടത്തി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ നടത്തിയത്? അച്ചടക്ക നടപടിക്കൊന്നും മാനേജ്മെന്റ് നോട്ടീസ് കൊടുത്തിട്ടില്ല. അവിടെ നടന്ന സംഭവങ്ങൾ നല്ല നിലയിൽ
കൈകാര്യം ചെയ്യാനും പ്രിൻസിപ്പാളിനോട് വേണ്ട നടപടിയെടുക്കാനുമാണ് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത്. ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഉണ്ടാകാൻ ഇടയുണ്ടെന്നും അതുകൊണ്ട് പോലീസ് സഹായം വേണമെന്ന് പറഞ്ഞ് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസുകാർ അവിടെ എത്തി. അവരെത്തുന്നതിന് മുമ്പ് അവിടെ ഈ സംഘർഷവും ഈ കാര്യങ്ങളുമൊക്കെ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ വസ്തുത. റൈറ്റ്. ഭാസ്കരൻ നായർ, ഒരു സംശയം കൂടി ചോദിക്കുകയാണ്. ഈ ആൽത്തറയ്ക്ക് സമീപമുണ്ട് എന്ന് പറയുന്ന ക്ഷേത്രം, ഈ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥത അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണം ഇതെല്ലാം മാനേജ്മെന്റിന്റെ മേൽനോട്ടത്തിൽ നടന്നതാണോ? അതിന്റെ സംരക്ഷണം ഇപ്പോഴും മാനേജ്മെന്റിന് കീഴിൽ തന്നെയാണോ? ഈ ക്ഷേത്രമല്ല, അവിടെ ഒരു ആൽത്തറയും അവിടെ ഒരു വിളക്കുവെപ്പുമുണ്ട്. അത് മാനേജ്മെന്റ് ഏറ്റെടുത്ത കാലത്ത് ഉള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് 2.5 കൊല്ലത്തെ അനുഭവമുള്ളൂ. ആ 2.5 കൊല്ലക്കാലവും അത് അവിടെ ഉണ്ട്. അവിടെ കാര്യങ്ങൾ നടത്തുന്നില്ല. മറ്റ് അവിടെ മത്സ്യം ഉപയോഗിക്കുന്നത് എന്നുള്ള അവിടെ നടത്തുന്ന കാന്റീൻ നടത്തുന്ന പാർട്ടിയെ കരാറിൽ ഒപ്പുകളിൽ ലഭിച്ചിട്ടുണ്ട്. അവിടെ ഒരു സ്ഥലത്തും മത്സ്യമാംസം കഴിക്കുകയോ മറ്റോ ചെയ്യുന്നില്ല. എന്നാൽ കുട്ടികൾ കൊണ്ടിരുന്ന ഭക്ഷണത്തിൽ ഇതുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്ന ഏർപ്പാടും അവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്. ഭാസ്കരൻ നായർ, ദയവായി തുടരുക. ശ്രീ വി ജി തമ്പി, മുൻപ് കേരളവർമ്മ കോളേജിന്റെ ചരിത്രത്തിൽ അതിന്റെ ഔദ്യോഗിക പരിപാടികളിൽ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്ന പതിവുണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ക്യാൻറ്റീനിൽ അത് ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം മാനേജ്മെന്റ് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. കരാറിനോടൊപ്പം അതുകൂടി വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. കേരളവർമ്മ കോളേജിന്റെ നിയമാവലി എടുത്ത് പരിശോധിച്ചാലും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള ഒരു വിലക്ക് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം. എന്തായാലും ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും അവിടെ മാംസാഹാരം കഴിക്കുകയും ഉച്ചഭക്ഷണത്തോടൊപ്പം മീനും ഇറച്ചിയും ഒക്കെ കഴിക്കുന്ന ആ ഒരു പതിവ് അവിടെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അവിടുത്തെ ഹോസ്റ്റലിലും ഇതേപോലെ തന്നെ മാംസാഹാരം അനുവദനീയമായിട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്ന ആ ഒരു ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ഈ ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം ഒരു നാഷണൽ ഡിബേറ്റാണ്. കേവലം ഒരു കലാലയത്തിന്റെ അകത്ത് നടത്തുന്ന അച്ചടക്ക നടപടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മാത്രം ഇതിനെ ചുരുക്കി കാണുന്നത് ശരിയല്ല. ഏതാണ്ട് ഒരു 120 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുമാതിരിയുള്ള ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട് ഒരു ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം ഇവിടെ സംഭവിച്ചത്. മുസ്ലിങ്ങളെ പ്രത്യേകിച്ചും ഒറ്റപ്പെടുത്തുന്നതിനും അപമാനിക്കുന്നതിനും വേണ്ടി ഗോമാതാവ് എന്നുള്ള ഒരു സങ്കല്പത്തെ ഉണ്ടാക്കി ഗോവധ നിരോധിക്കണമെന്നുള്ള ഒരു ഡിബേറ്റ് അവിടെ വളർന്നു വന്നത് 1820 മറ്റോ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ തുടർന്നുള്ള നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയും അംബേദ്കറും അടക്കമുള്ളവർ ഗോവധ നിരോധനത്തെ നിഷേധിക്കുകയാണ് ചെയ്തത്. ഗോവധം നിരോധിക്കേണ്ട ആവശ്യമില്ലെന്ന് മഹാത്മാഗാന്ധി സ്പഷ്ടമായി പറയുകയുണ്ടായിട്ടുണ്ട്. അംബേദ്കറും അത് പറയുകയുണ്ടായിട്ടുണ്ട്. സവർണ ഹിന്ദുക്കൾക്ക് അടിച്ചേൽപ്പിക്കാനുള്ളതല്ല ഒരു നാട്ടിലെ ഭക്ഷണ രീതി എന്ന് വ്യക്തമായി മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്താണ് ഇത് ആരംഭിക്കുന്നത്. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന സമ്പ്രദായം, വിഭജിച്ച് ഭരിക്കുക എന്ന് പറയുന്ന കാര്യം, അതാണ് പിന്നീട് ഇപ്പോൾ പ്രത്യേകിച്ച് മോദിയുടെ ഭരണം വരുന്നതോടുകൂടിയിട്ടാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പഴയകാലത്തെ ബ്രിട്ടീഷ് ആ രീതി ഇന്നും അതിശക്തമായ രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കളല്ലാത്തവരായിട്ടുള്ളവർ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ അപമാനിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ധാരാളം സൂചനകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പൊ ഈ അടുത്തുണ്ടായിട്ടുള്ള ഒരു പശു ഇറച്ചി കഴിച്ചു എന്നുള്ള പേരിൽ ഒരാളെ കൊന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഡൽഹിയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ മാത്രമുള്ള ഒരു വില്ലേജിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം. അത് ശരിക്കും തേടി പിടിച്ചിട്ടാണ് ആ വ്യക്തിയെ അവിടെ കൊല്ലുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ മഹാരാഷ്ട്രയിലെ ഗോവധം നിരോധിച്ചു. പക്ഷെ അവിടെ പശുവിന്റെ ഇറച്ചി എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം അവിടെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പശു ഇറച്ചിയെ എക്സ്പോർട്ട് ചെയ്യുന്നത് മിക്കവാറും മഹാരാഷ്ട്രയിലെ BJP വ്യവസായികളാണെന്നുള്ളതാണ് സത്യം. അപ്പോൾ പശുക്കളെ കൊല്ലുന്നതിന്റെ പ്രശ്നമല്ല അവിടെ വരുന്നത്. മറിച്ച് ഇതെല്ലാം തന്നെ ഒരു വർഗീയതയെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിനും അതിനെ വ്യാപിപ്പിക്കുന്നതിനും. ശ്രീ ടി പി ജയചന്ദ്രൻ, താങ്കൾ ക്ഷമിക്കണം, സാങ്കേതിക തകരാറിന്. ഇവിടെ പശുമാംസം അല്ലെങ്കിൽ പശുവിനെ കൊല്ലുന്നതല്ല പ്രശ്നം, പശുമാംസം ആര് കഴിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. കാരണം താങ്കളുടെ പാർട്ടിയുടേത് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ത്യയിൽ നിന്ന് പശുമാംസം എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾ നടത്തുന്നുണ്ട്. മാത്രമല്ല ലോകത്തെ ഏറ്റവും വലിയ ബീഫ് എക്സ്പോർട്ടേഴ്സ് ഇന്ത്യയാണ്. ഈ സാഹചര്യത്തിൽ
പശുവിനെ കൊല്ലുന്നു അല്ലെങ്കിൽ പശുവിറച്ചി കഴിക്കുന്നു എന്നുള്ളതല്ല ആ സാങ്കേതിക പ്രശ്നമല്ല, അത് ആര് കഴിക്കുന്നു എന്നുള്ളിടത്താണ് പ്രശ്നമെങ്കിൽ രാജ്യത്ത് അത്തരം പൗരസ്വാതന്ത്ര്യത്തിന് ലംഘനമുണ്ടാകുമ്പോൾ, അതിന് വിഘാതം സംഭവിക്കുമ്പോൾ രാജ്യത്തെ ഏതെങ്കിലും പൗരൻ ഏതെങ്കിലും ക്യാമ്പസിൽ അതിനെതിരെ പ്രതികരിക്കുന്നത് തടയുകയാണ് ABVP ചെയ്യുന്നതെങ്കിൽ അത് ഫാഷിസമാണ് എന്നാണ് ഇവിടെ VG തമ്പിയും സുനിൽ പി ഇളയടവും ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീ ജയചന്ദ്രൻ, ഗോവധ നിരോധനം നരേന്ദ്രമോദി വന്നതിന് ശേഷമുണ്ടായ ഒരു പ്രതിഭാസമല്ല. ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സത്യത്തിൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഭാരതം ഇക്കാലം അത്രയും ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ ഘടകകക്ഷികളും തന്നെയാണ്. ഉദാഹരണം, നമ്മൾ ഏറ്റവും അധികം പ്രകോപനത്തിൽ സംസാരിക്കുന്നത് ഇപ്പോൾ മഹാരാഷ്ട്രയെക്കുറിച്ചാണ്. ആരാണ് നാളെ ഇതുവരെ മഹാരാഷ്ട്ര ഭരിച്ചത്? ആരാണ് മഹാരാഷ്ട്രയിൽ ഗോവധം നിരോധനത്തിന് ആരംഭിച്ചത്? ആരാണ് ജമ്മു കാശ്മീരിലെ ഗോവധം നിരോധിച്ചത്? ആരാണ് ജമ്മു കാശ്മീരിലെ ഗോവധ നിരോധനത്തിൻ്റെ നടപ്പിലാക്കുന്നതിന് കർശന നിലപാടെടുക്കണമെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്? ആരാണ് ഭാരതത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പല സംസ്ഥാനങ്ങളെയും ഗോവധ നിരോധനം കൃത്യമായിട്ട് നടപ്പിലാക്കുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നതും? പൗരാവകാശങ്ങളുടെയും ജനാധിപത്യ അവകാശങ്ങളുടെയും പേരിൽ കോടതിയിൽ ഇടപെടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ല ഭാരതത്തിൽ ഗോവധം നിരോധിച്ചത്. നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ല ഗോവധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായത്. മഹാരാഷ്ട്രയിൽ ചെയ്തത് എന്താണ്? നിലവിലുണ്ടായിരുന്ന നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി ആ ഗവൺമെൻറ് തയ്യാറായി. ഭാരതത്തിൽ പലയിടത്തും നിയമങ്ങൾ സ്വയം പ്രഖ്യാപിക്കുകയും നിയമങ്ങളിൽ നിന്നും മറികടക്കാനുള്ള പൗരന് പഴുതുകൾ നൽകുകയും ഭരണകൂടങ്ങളും ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു ചിമ്മുകയും ചെയ്യുന്നു. ഇപ്പോഴുണ്ടായ വിഷയം എന്താണ്? ഉത്തർപ്രദേശ് ഭരിക്കുന്നത് സംഘപരിവാരമോ ഭാരതീയ ജനതാ പാർട്ടിയോ അതുമായി ബന്ധപ്പെട്ട കക്ഷികളോ അല്ല. മറിച്ച് നാളെ ഇതുവരെ ഇടതുപക്ഷത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഒക്കെ പേരിൽ സംസാരിച്ച ആളുകൾ ഇന്നും ഭരണത്തിൽ നിൽക്കുന്നു. ക്രമസമാധാനം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ വിഷയമാണ്. സംസ്ഥാനത്തിൽ ഒരു പശുവിൻ്റെ മോഷണവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ ധാരണ ശരിയായാലും തെറ്റായാലും അതിന് ഒരു പ്രശ്നമുണ്ടായി. സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയത്തിൽ നേരിടേണ്ടതും നടപടികൾ എടുക്കേണ്ടതും ആരാണ്? കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ കാര്യത്തിനപ്പുറം സംസ്ഥാനത്തിൻ്റെ വിഷയമാണ് എന്ന് നമ്മളൊക്കെ പറയുന്നു ക്രമസമാധാനം. എന്തുകൊണ്ട്? മാത്രമല്ല, നാം ഇന്ന് മാധ്യമങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് അവിടെ സംസ്ഥാന ഗവൺമെൻറ്റിനോട് കേന്ദ്ര ഗവൺമെൻറ് വിവാദമുണ്ടായപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ടിൽ ഇതുവരെ ഇന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിടത്ത് ഒരിടത്ത് പോലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് ഗോവധം കഴിച്ചതിൻ്റെ പേരിലാണെന്നോ ഇത് ചെയ്തത് ഇന്ന പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണെന്നോ ചൂണ്ടിക്കാണിക്കുന്നില്ല എന്ന ആവലാതിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സ്വയം നിലപാട് ശ്രീ ജയചന്ദ്രൻ, താങ്കൾ ചൂണ്ടിക്കാട്ടുന്നത് ശരിയായിരിക്കാം, പക്ഷേ പ്രശ്നം അതല്ല. കേരളവർമ്മ ക്യാമ്പസിൽ ഒരു ക്ഷേത്രമുണ്ട്, അതുകൊണ്ട് അവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്താൻ പാടില്ല. ഫാഷിസത്തിനെതിരെ ഒരു സെമിനാർ ശ്രീശങ്കര സർവകലാശാലയിൽ നടത്താൻ അനുവദിക്കില്ല. ഇത്തരം വാദങ്ങൾ ഉയർത്തുന്നത് സംഘപരിവാറിന്റെ വിദ്യാർത്ഥി സംഘടനയാണ്. അതാണ് ഫാഷിസമായി ചൂണ്ടിക്കാട്ടുന്നത്. മറ്റെല്ലാം ഗോവധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ദേശീയ ഡിബേറ്റ് തന്നെയാണ്, മുൻപ് ശ്രീ VG തമ്പി സൂചിപ്പിച്ചതുപോലെ. തീർച്ചയായിട്ടും. ശ്രീ ജയചന്ദ്രൻ, ആവർത്തിക്കാമോ? അതായത് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച കാര്യങ്ങളിൽ ആർക്കും തർക്കമൊന്നുമില്ല. ഇത്തരം കാര്യം ഇപ്പോൾ ഉത്തർപ്രദേശ് സമാജ്വാദി പാർട്ടിയാണ് ഭരിക്കുന്നത്, സംസ്ഥാനത്തിനാണ് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ളത്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുക, ഫാഷിസത്തിനെതിരെ ഒരു സെമിനാർ നടത്തിയാൽ അത് നടത്താൻ അനുവദിക്കില്ലെന്ന് പറയുക തുടങ്ങിയ കാര്യങ്ങളിൽ മുൻനിരയിൽ നിൽക്കുക, അതിനെ കായികമായി നേരിടുക. കേരളവർമ്മ കോളേജ് ക്യാമ്പസിൽ ഒരു ക്ഷേത്രമുണ്ട്, അതുകൊണ്ട് അതിൽ ബീഫ് കഴിക്കാൻ പാടില്ല, അവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്താൻ പാടില്ല എന്ന് പറയുന്നത് ഫാഷിസമാണ് എന്നാണ് VG തമ്പിയും സുനിൽ പി ഇളയടവും ചൂണ്ടിക്കാട്ടുന്നത്. കേരളവർമ്മ കോളേജിലെ അധികാരികളാണ് അവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അധ്യാപകരുടെ നിലപാടുകൾ സംശയാസ്പദമാണ്, അതിന് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരു വിശദീകരണം ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷാ നടപടിയല്ല. സ്വാഭാവികമായിട്ടും അവിടെ മാനേജ്മെൻറ്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാനേജ്മെൻറ്റും വിദ്യാലയത്തിലെ നടപടിക്രമങ്ങളെയും വിരുദ്ധമായ നടപടിയെടുത്തു എന്ന് മാനേജ്മെൻറ്റ് പരിശോധിക്കുന്നതിനെ ABVPയുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല, അതിനെ സംഘപരിവാരവുമായി ബന്ധപ്പെടുത്തേണ്ടതുമില്ല. ഒരു കലാശാലയിൽ ഒരു സ്ഥാപനത്തിനകത്ത് നടപടിക്രമങ്ങൾ തെറ്റായ പാതയിലൂടെയാണ് പോകുന്നതെങ്കിൽ അതിനെ നേർവഴിക്ക് നയിക്കേണ്ടത് ഒന്ന് ആ സ്ഥാപനത്തിൻ്റെ അധികൃതരാണ്.
സ്ഥാപനത്തിൻ്റെ അധിക നിലപാടുകൾ തെറ്റാണെങ്കിൽ സ്വാഭാവികമായും കേരളത്തിലെ വിദ്യാഭ്യാസത്തിലെ കലാശാല നിലപാടുകൾ അവസാന വാക്ക് ആ വിദ്യാലയത്തിലെ മാനേജ്മെന്റ് ഒന്നുമല്ല. കേരളത്തിൽ ഇന്ന് അത്തരം നിലപാടുകൾ പുനഃപരിശോധിക്കാനുള്ള വിദ്യാഭ്യാസ ശ്രീ ജയചന്ദ്രൻ സമ്പ്രദായം മാനേജർ തന്നെയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെയാണ് പറഞ്ഞത് ക്യാമ്പസിനുള്ളിൽ മത്സ്യമാംസാദികൾ കഴിക്കുന്നത് മാനേജ്മെന്റ് ഒരു കാലത്തും വിലക്കിയിട്ടില്ല എന്ന്. മാത്രമല്ല അവിടെ അധ്യാപകനായിരുന്ന വി ജി തമ്പി പറയുന്നു പല ഔദ്യോഗിക ചടങ്ങുകളിലും അത് വിളമ്പുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അവിടെ ഒരു നിയന്ത്രണം ഒരു കാലത്തും ഉണ്ടായിട്ടില്ലെന്ന് മുൻ പ്രിൻസിപ്പാളും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാണ് ഇക്കാര്യം പറയുന്നത്. പിന്നെ ABVPക്ക് മാത്രം എന്തുകൊണ്ടാണ് എതിർപ്പ്? ഞാൻ ചൂണ്ടിക്കാണിച്ചല്ലോ, ABVP ചൂണ്ടിക്കാണിച്ചതിൻ്റെ കൂടെയാണ് മാനേജ്മെന്റ് എന്ന് താങ്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും അവിടെ നാളെ ഇതുവരെ തുടർന്നു പോകുന്ന സമാധാന വിദ്യാഭ്യാസ അന്തരീക്ഷത്തിന് ക്ഷതം പറ്റുന്ന ചില നടപടികൾ ചില സംഘടന ഭാഗത്തുണ്ടാകുന്നു. അത്തരം സംഘടനകളുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നും സഹായിക്കുന്നുണ്ടോ എന്ന് മാനേജ്മെന്റ് പരിശോധിക്കുന്നു. ഇനി മാനേജ്മെന്റിന്റെ പരിശോധന ശരിയാവാം, തെറ്റാവാം. മാനേജിന്റെ ഭാഗത്തുണ്ടായ തെറ്റുകൾ പരിശോധിക്കേണ്ടത് സ്വാഭാവികമായും ഇതിന് മുകളിലുള്ള വിദ്യാഭ്യാസ അധികാരികളും കേരളത്തിലെ ക്രമസമാധാനവും കേരളത്തിലെ ഭരണകൂടവുമാണ്. കേരളത്തിൽ ശ്രീ സുനിൽ പിള്ളയിടം, ഗോവധ നിരോധം എന്ന ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ സംഘപരിവാറിന് എത്രമാത്രം സ്വാധീനമുണ്ടാകാൻ കഴിയും? കാരണം കേരളത്തിലെ ജനങ്ങളുടെ ഒരു ഫുഡ് പാറ്റേൺ അത് ഒട്ടും മതവൽക്കരിക്കപ്പെട്ട ഒരു സ്ഥലമല്ല കേരളം. കാരണം മത്സ്യമാംസാദികൾ ധാരാളമായി കഴിക്കുന്നവരാണ് കേരളത്തിലെ വ്യത്യസ്ത സമുദായങ്ങളിലുള്ളവർ എല്ലാം. ഒരുപക്ഷെ ഇപ്പോൾ ഇതിനെ എതിർക്കുന്ന സംഘപരിവാർ പ്രവർത്തകർ പോലും ധാരാളമായി ബീഫ് കഴിക്കുന്നവരായിരിക്കാം എന്നൊരു നിഗമനം ശരിയല്ലേ? ഗോമാംസ നിരോധനം കേരളത്തിൽ എന്ന് തന്നെയല്ല, ഇന്ത്യയിലുടനീളം തന്നെ ഇന്ത്യയിലെ ഹിന്ദുക്കളിൽ മഹാഭൂരിപക്ഷവും മാംസം കഴിക്കുന്നവരാണ്, ഗോമാംസം കഴിക്കുന്നവരാണ്. നമ്മൾ ചരിത്രപരമായി പരിശോധിച്ചാൽ 19-ാം നൂറ്റാണ്ട് അവസാനത്തോടെ ബ്രിട്ടീഷ് ഭരണ സംവിധാനത്തിൻ്റെ സന്ദർഭത്തിലാണ് നേരത്തെ തമ്പി മാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായി തീർന്നത്. ഇന്ത്യയിലെ വൈദിക സമൂഹം, ബ്രാഹ്മണ സമൂഹം തന്നെ ഗോമാംസം കഴിക്കാത്തവരായി തീരുന്നത് പിൽക്കാലത്താണ്. നമ്മുടെ വേദങ്ങളിലോ നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളിലോ ഈ ഇന്ന് വൈദിക ബ്രാഹ്മണ്യത്തിൻ്റെ നടത്തിപ്പുകാരായി അവകാശപ്പെടുന്നവർ ഗോമാംസം ഭക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള എത്രയോ വിവരണങ്ങളുണ്ട്. അതുകൊണ്ട് ഗോമാംസ ഭക്ഷണം ഇന്ത്യയുടെ പാരമ്പര്യത്തിന് നിരക്കുന്നതല്ല എന്ന് പറയുന്നത് തീർത്തും ചരിത്രവിരുദ്ധവും അവാസ്തവവുമായൊരു പ്രസ്താവനയാണ്. പിന്നെ വൈദിക മതം പിന്നീട് ബൗദ്ധ പാരമ്പര്യത്തെ സ്വാംശീകരിച്ച് അതിലെ അഹിംസാതത്വത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ ഹിംസാത്മകതയ്ക്കെതിരായ നിലപാടിനെയോ സ്വീകരിക്കാതെ മാംസവർജനം എന്ന യുക്തിയെ മാത്രം സ്വാംശീകരിച്ച് ചിട്ടപ്പെട്ടു വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗോമാംസം എന്നത് ഒഴിവാക്കുന്ന ഒരു രീതിയിലേക്ക് ബ്രാഹ്മണ മതം എത്തിയത്. ആ മതപാരമ്പര്യത്തിൽ കഴിയുന്നവർക്ക് അങ്ങനെ തുടരാനുള്ള അവകാശം ഉണ്ടെങ്കിലും അത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷത്തിൻ്റെയും ജീവിതവുമായി യാതൊരു ബന്ധവുമുള്ളതല്ല എന്ന ചരിത്ര വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. എത്രയോ വട്ടം വിശദീകരിക്കപ്പെട്ടതും എത്രയോ തെളിവുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുമാണ്. അതുകൊണ്ട് അതൊരു തർക്ക വിഷയമല്ല. ഇപ്പോൾ ചെയ്യുന്നത്, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇന്ത്യയിൽ പലയിടങ്ങളിലും അരങ്ങേറിയ വർഗീയമായ കലാപങ്ങളുടെ, വിഭജനങ്ങളുടെ ഒരു അന്തരീക്ഷത്തെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് ഒരു ദേശീയമായ തലത്തിൽ തന്നെ ഒരു പുതിയ കമ്മ്യൂണൽ ഡിവൈഡ് രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപാധിയായി ഗോവധ പ്രശ്നം ഉയർന്നു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഇപ്പോഴാണെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ സന്ദർഭത്തിൽ ഒരു തരത്തിലുള്ള മതപരമായ ധ്രുവീകരണത്തിന് വളരെ ഉപയുക്തമാകുന്ന ഒരാശയമായി ഗോവധ നിരോധനം ഉയർത്തിക്കൊണ്ടുവരുന്നു. അത് ചെറുതും വലുതുമായ സംഘർഷങ്ങളുടെയും തർക്കങ്ങളുടെയും രൂപത്തിലാക്കി നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയയിൽ യഥാർത്ഥത്തിൽ നടക്കേണ്ടുന്ന മൗലികമായ ചർച്ചകളെ വഴിതിരിച്ചു വിടാനും വളരെ വൈകാരികവും മതവിദ്വേഷത്തിൽ അധിഷ്ഠിതവുമായ ഒരു യുക്തിയിലേക്ക് സമൂഹത്തെ ആകെ വിഭജിച്ച് കൊണ്ടുപോകാനുമുള്ള ആസൂത്രിതമായ ശ്രമമാണ് വാസ്തവത്തിൽ ഗോവധത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ. വളരെയധികം നന്ദി ശ്രീ സുനിൽ പിള്ളയിടം, പ്രൊഫസർ വി ജി തമ്പി, ടി പി ജയചന്ദ്രൻ, MP ഭാസ്കരൻ നായർ, അമൽലാൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചു. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാവും. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.